IC ബാലകൃഷ്ണൻ MLA-ക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഇന്ന് നിർണായകമാണല്ലോ അല്ലേ? മുൻകൂർ ജാമ്യം കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ വെങ്കി അതൊരു വലിയ തിരിച്ചടിയായിരിക്കും. പൂർത്തിയായാൽ ബാക്കിയുള്ളവർക്ക് തീർച്ചയായിട്ടും അതൊരു ഒരുപക്ഷെ കോഴിക്കോട് റീജിയനിൽ നിന്ന് വരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. കാരണം IC ബാലകൃഷ്ണന് ഒരു കേസിലെ ഒന്നാം പ്രതിയാണ്. ആ നിലയ്ക്ക് ആ കേസിലെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുന്നത്. അതിലൊരു വിധിയൊന്നുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിലെ വാദം പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷം വിധി പറയുന്നതിന് വേണ്ടിയാണ് ഇന്നേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. IC ബാലകൃഷ്ണനും അപ്പച്ചനടക്കമുള്ള 3 പ്രതികളാണ് കേസിലുള്ളത്. ഇവർക്കെതിരെ നേരത്തെ പോലീസ് അന്വേഷണം നടത്തുകയും പിന്നീട് ആ അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ വിടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നു, മറുഭാഗത്ത് വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നു. ഇതിനിടയിലാണ് കോടതി ഇക്കാര്യത്തിൽ ഇടപെടുകയും ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് കോടതിയുടെ വിധി വരുന്നത് വരെ അറസ്റ്റ് നടപടികളിലേക്ക് തടയുകയും ചെയ്തു. ഏതായാലും IC ബാലകൃഷ്ണൻ കുറേ നാളുകളായി ഒളിവിൽ പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തുകയും നിയമസഭയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നത്തെ വിധി IC ബാലകൃഷ്ണനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും നിർണായകമാണ്. കാരണം ഇത് സംബന്ധിച്ച് ഈ ജാമ്യാപേക്ഷ തള്ളുന്ന ഘട്ടത്തിലൊക്കെ എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസിന് പോകേണ്ടി വരും എന്നുള്ള വസ്തുത കൂടിയുണ്ട്. ഏതായാലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ പൂർണ്ണമായും പോലീസ് ആ രേഖകളൊന്നും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതിൻ്റെയൊക്കെ സാങ്കേതികമായുള്ള ശാസ്ത്രീയമായുള്ള പരിശോധനകൾക്കൊക്കെയാണ് പോലീസും പോകുന്നത്. ഏതായാലും ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണനെതിരെ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളുടെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലും പരിശോധന നടക്കും.